ഉസ്താദ് പിന്നെ തർക്കിക്കാനൊന്നും ചോദിക്കല്ല. ഉസ്താദ് ഈ മുസ്ലിമും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിച്ച് തരാമോ? പഠിക്കാനാണ്. അസ്സലാമു അലൈക്കും. അബുദാബി ടു ഇന്ത്യ ഡോട്ടിട്ട് അദ്ദേഹത്തിന് ഞാൻ തന്നെ ഡോട്ടിട്ടാണോ? ഓക്കെ. അബുദാബി ടു ഇന്ത്യ അദ്ദേഹത്തിന് ഡോട്ട് ഒഴിവാക്കിയേ. മുസ്ലിമും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നത് അസ്ലമ എന്ന് പറയുന്ന വാചകത്തിന്റെ ഇസ്മും ഫായിലാണ്. മുഅ്മിൻ എന്ന് പറയുന്നത് ആമന എന്ന് പറയുന്ന വാചകത്തിന്റെ ഇസ്മും ഫായിലാണ്. അത് രണ്ടും ഒരു ബന്ധവുമില്ല, അക്ഷരങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അസ്ലമയിലുള്ള അക്ഷരങ്ങളല്ല, ഒരു ഹംസ ഉണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ അക്ഷരങ്ങൾ വ്യത്യാസമുണ്ട്. അതേസമയത്ത് അർത്ഥത്തിനും വ്യത്യാസമുണ്ട്. അർത്ഥം ഒന്ന് അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു, സമർപ്പിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്നവൻ. അതെ, കേൾവിക്കാർ മനസ്സിലായി. മുഅ്മിൻ, മീമിന്റെ വ്യത്യാസമുണ്ട്. മീം ഒന്നാണെങ്കിലും ബാക്കിയൊക്കെ വ്യത്യാസമുണ്ട്. മുസ്ലിം, മുഅ്മിൻ. അപ്പൊ അങ്ങനെ അക്ഷരങ്ങളിൽ വ്യത്യാസമുണ്ട്, അർത്ഥത്തിനും വ്യത്യാസമുണ്ട്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം ഉണ്ടാക്കുന്നവൻ എന്നർത്ഥമുണ്ട്, അംഗീകരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്നവൻ, വഴിപ്പെടുന്നവൻ, സമർപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നവൻ, വാസ്തവമാക്കുന്നവൻ, നിർഭയമാക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അതേസമയത്ത് മുസ്ലിം എന്ന് നമ്മൾ ഇപ്പൊ പറയുന്നതും മൂമിൻ എന്ന് പറയുന്നതും ഒരേ ടീമിനെയാണ്. അതായത് ആരെ മൂമിൻ എന്ന് പറയാമോ അവരെയൊക്കെ മുസ്ലിം എന്ന് പറയാം. സാങ്കേതികമായി, സാങ്കേതിക അർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നതും മുസ്ലിം എന്ന് പറയുന്നതും ഒരേ ടീമിനെയാണ്. അതായത് എല്ലാ മുസ്ലിമീങ്ങളെയും മൂമിനീങ്ങൾ എന്ന് പറയാം, എല്ലാ മൂമിനീങ്ങളെയും മുസ്ലിമീങ്ങൾ എന്ന് പറയാം. അതേസമയത്ത് അതിന്റെ അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ അറബിയിൽ പറഞ്ഞാൽ മിസ്ദാഖ് ഒന്ന് എന്ന് പറയും, മഫ്ഹൂമ് വ്യത്യാസമുണ്ട് എന്ന് പറയും. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അതങ്ങനെ ഒരു ആത്യന്തികമായ അങ്ങനെ ഒരു സാങ്കേതികമായ ചർച്ചകളിലേക്ക് പോയി അങ്ങനെ അതിലേക്ക് കൂടുതൽ നമ്മൾ ആഴ്ന്നിറങ്ങിയിട്ട് യാതൊരു ഫലവും ഇല്ലാത്ത ഒരു ചർച്ചയാണത് എന്നുകൂടി അറിയിക്കുന്നു. കേവലം ഞങ്ങൾക്ക് വിവരമുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കള്ളത്തരീക്കത്തുകാർ എടുത്തിടുന്ന ഒരു ചർച്ച മാത്രമാണത്. സാധാരണക്കാരന്റെ മുന്നിൽ അവർക്ക് വിവരമുണ്ട്. അത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അത്തരം ചർച്ചകൾ അവരെടുത്തിടും. ഇത്തരം ചർച്ചകൾ സാധാരണക്കാരുടെ മുന്നിൽ എടുത്തിടുക എന്നുള്ളത് തന്നെ ഒരു തിരീക്കത്ത് പിഴച്ചു എന്നതിന്റെ തെളിവായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പിഴച്ച തരീക്കത്തുകാർ സാധാരണക്കാർക്ക് യാതൊരു ഫലവും ഇല്ലാത്ത ചർച്ചകൾ സാധാരണക്കാരുടെ മുന്നിൽ എടുത്തിടുക എന്നത് അവരുടെ ഒരു ലക്ഷണമാണ്. ഉലമാവ് അതൊരു ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്, പിഴച്ച തരീക്കത്തിന്റെ ലക്ഷണമായി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആ സ്പോട്ടിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് പിഴച്ച തരീക്കത്തുകാരുടെ ലക്ഷണമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം. ഒരു പിഴച്ച തരീക്കത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ലക്ഷണമാണ്, ഉലമാക്കൾ പറഞ്ഞൊരു ലക്ഷണമാണ് കല്ലിമിന്നാസ അല ഖദ്രി ഉഖൂലിഹിം എന്നാണ്. ആളുകൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ സാധാരണക്കാർക്ക് അറിയാത്ത വിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് എടുത്തിട്ടുകൊണ്ട് ഇതൊരു വലിയ ഇൽമാണ്, ഒരു ചർച്ചയാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഉലമായിനെ, യഥാർത്ഥത്തിൽ അറിവുള്ള പണ്ഡിതന്മാരെ, അവരെ നിസ്സാരമാക്കാനും അവരെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി ഇത്തരം ചർച്ചകൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അത് പിഴച്ച തരീക്കത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വിഷയം മനസ്സിലായിട്ടുണ്ടാവുന്ന അബുദാബി ടു ഇന്ത്യക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലെങ്കിൽ അബുദാബി ടു ഇന്ത്യ മൈക്കിൽ വന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് ഇനിയും ചോദിക്കാം. ഏതായിരുന്നാലും ഇതൊരു സാങ്കേതികമായ പദപ്രയോഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അത് ചില ആളുകള് ചില ഉസ്താദ്മാര് പറയും അവൻ ഇപ്പൊ മുഅ്മിനല്ല, അവൻ മുസ്ലിം അല്ല എന്ന് പറയുന്നില്ല, അവൻ മുഅ്മിനല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതിലെന്തോ വ്യത്യാസം പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. അങ്ങനെ ഉസ്താദ്മാര് പറയാറില്ല, രണ്ടും ഒരേ അർത്ഥത്തിനാണ് ഉസ്താദ്മാര് പറയാറുള്ളത്. മുഅ്മിനല്ല മുസ്ലിം അല്ല എന്നുള്ളത് സാങ്കേതികമായ അർത്ഥമാണെങ്കിൽ ഒരേ അർത്ഥത്തിനാണ് പറയാനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ജബ്ബാർ പൂവി മൈക്ക് വേണമെങ്കിൽ മൈക്ക് എടുത്തോളൂ.
അല്ല കുമ്മോളി ഉസ്താദ്, ഇപ്പൊ നിങ്ങളുടെയും സാജി ഉസ്താദിന്റെയും പ്രസ്താവനയിൽ ഒരു വ്യത്യാസം വന്നില്ലേ? നിങ്ങൾ പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളും മോമിനിങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്. സാജി ഉസ്താദ് പറഞ്ഞു രണ്ടും രണ്ടഭിപ്രായത്തിൽ പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. അവിടെ എന്താ ഒരു ഡിഫറൻസ്? എന്താ അവിടെയുള്ള ഡിഫറൻസ് ആണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ നിങ്ങൾ അബൂവാഫിയെ നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം വേണ്ടേ? എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ. അത് നിങ്ങൾ അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ സയ്യിദ് ഉസ്താദും ഞാനും പറഞ്ഞതിൽ തമ്മിലൊന്നും ഒരു എതിരുമില്ല. സയ്യിദ് ഉസ്താദ് പറഞ്ഞ തന്നെ ഞാനും പറഞ്ഞത്, വാടാർപ്പള്ളി ഉസ്താദ് പറഞ്ഞ തന്നെ നമ്മളൊക്കെ പറഞ്ഞത്. എതിരില്ല. എതിരാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വിവരമില്ലാത്ത നിങ്ങളുടെ വീട്ടിലെ കുട്ടി, ചെറിയ കുട്ടി, നിങ്ങൾക്ക് വാഫിയ എന്നൊരു കുട്ടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഇത് കണ്ടപ്പോ ഇല്ലേ, വാഫിയ എന്നൊരു കുട്ടിയില്ലേ, നിങ്ങൾ എസ് അടിച്ചോളൂ. വാഫിയ എന്നൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയോട് ഇപ്പൊ നിങ്ങൾ പലതും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് ആ കുട്ടിയുടെ ബുദ്ധിയും ആ കുട്ടിയുടെ വിവരവും ആ കുട്ടിയുടെ വളർച്ചയൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ല, അല്ലെ നിങ്ങൾക്ക് എന്തൊക്കെയോ തോന്നുന്നു എന്നുള്ളത് ഇവിടെ പറയുന്ന ആളുകളുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് ഉസ്താദുമാരങ്ങ് പറയും നിങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാകാത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ഈ ഭൗതിക ലോകത്ത് കൂടുതലുള്ളത്. നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അബൂവാഫിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ തകരാറാണ് എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ആർക്കും തകരാറ് പറ്റിയിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് കേൾവിക്കാരൻ ഉസ്താദിനെ കൈകാര്യം ഞാൻ കേൾവിക്കാരൻ ഉസ്താദിന് മൈക്ക് കൊടുക്കുകയാണ്. കേൾവിക്കാരൻ ഉസ്താദ് മൈക്ക് എടുത്തോളൂ. അബൂവാഫിയെ കേൾവിക്കാരൻ ഉസ്താദിനെ കൈകാര്യം ചെയ്യാൻ നല്ലത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഉസ്താദുമാരെ ക്ഷമിക്കണം, ഞാൻ മൈക്കെടുത്തത് ഇവിടെ ഇതിനിടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ശ്രോതാവ് ഒരു ടെസ്റ്റ് അടിച്ചിരുന്നു. അതൊന്നും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെയാണ്. അദ്ദേഹം അടിച്ചത് അബൂ സാഹിർ എന്ന ഐഡിയിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ജുനൈദ് നാദി അപകടത്തിൽപ്പെട്ട് സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചു. അദ്ദേഹം SSFന്റെ നന്ദി യൂണിറ്റ് സെക്രട്ടറിയാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം നേരത്തെ നിർവഹിച്ചിരുന്ന ജോലിയിലും മറ്റൊക്കെ ബന്ധപ്പെട്ട് സംഘടനാ രംഗത്ത് സജീവമാവാൻ അല്ലാഹു തആല ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ഉസ്താദുമാരും പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തിനു വേണ്ടി ദുആ ചെയ്യണം. തീർച്ചയായും ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദ്ദാദിന്റെ ശേഷം അതുപോലെ തന്നെ യാസീനൊക്കെ ഓതി നമ്മുടെ മൗലിദൊക്കെ കഴിഞ്ഞിട്ടുള്ള ദുആയിൽ അത് ഉൾപ്പെടുത്തണം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഞാൻ മൈക്കെടുത്തത്. ഉസ്താദുമാര് ചർച്ചക്കിടയിലായതുകൊണ്ട് ആ ടെക്സ്റ്റ് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതാണ്. അപ്പോ ആരും അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അതടിച്ച സുഹൃത്തിനും ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അല്ലാഹു തആല എത്രയും വേഗം ശിഫ നൽകട്ടെ. അതിനുവേണ്ടി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, റേഡിയോയിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ ദുആയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടെ നടന്ന ചർച്ച ആദ്യം മുതൽ ഞാൻ കേട്ടിട്ടില്ല. സയ്യിദ് ഉസ്താദിന്റെ അവസാന സമയത്തുള്ള പരാമർശങ്ങളെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണെങ്കിലും അബൂവാഫിയയെ കുറിച്ച് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് വിലയിരുത്തിയത് 100% ശരിയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയുടെ കുറവോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം
ആ പിഴച്ച ത്വരീഖത്തിലെ അംഗമായതുകൊണ്ട് ആ വാശിയിൽ നിലകൊള്ളുകയോ ആണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആ മാനസിക രോഗവും ശിഫയാക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്നാലും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി വാസ്തവത്തിൽ നേരത്തെ KKM സയ്യിദ് ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് തിരിയുന്നില്ലെങ്കിൽ കുമ്മോളി ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് മൈക്ക് എടുക്കണ്ട ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് വിടാം. പ്രത്യേകിച്ച് ഉസ്താദ് നാട്ടിൽ നിന്നായതുകൊണ്ട് വേണ്ട. ഓക്കെ. ഇനിയും അദ്ദേഹം ആ പറഞ്ഞത് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ സംശയമായി അവശേഷിക്കാൻ ഒരു കാരണമാവുമല്ലോ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് തിരിഞ്ഞില്ലെങ്കിലും ശ്രോതാക്കളായ മറ്റുള്ള ആളുകൾക്ക് തിരിയാൻ വേണ്ടി ഞാനൊന്ന് പരമാവധി എനിക്കറിയുന്ന അറിവ് വെച്ചിട്ട് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഖൈറായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് വാളാനപ്പള്ളി ഉസ്താദ് പറഞ്ഞതും സയ്യിദ് ഉസ്താദ് പറഞ്ഞതും തമ്മിൽ അന്തരമുണ്ട് എന്നുള്ളതാണ്. അതില്ല, രണ്ടും ശരിയാണ് എന്ന് KKM സയ്യിദ് ഉസ്താദും പറഞ്ഞു. അപ്പൊ ചില ആളുകൾക്ക്, വിവരമില്ലാത്ത ആളുകൾക്ക് തോന്നും അതെങ്ങനെ രണ്ടും ശരിയാവുക എന്നുള്ളത്. അത് ശരിയാവുന്ന രൂപം ഞാൻ ചെറിയ രൂപത്തിൽ ഒന്ന് പറയാം. അത് അബുവാഫിയ തന്നെ ഒന്ന് സഹകരിച്ചാൽ നന്നായിരുന്നു. അബുവാഫിയ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് മേലക്ക് വന്നാൽ, അബുവാഫിയ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് മേലക്ക് വന്നാൽ, അബുവാഫിയന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾ ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തത് ഒന്ന് പറഞ്ഞാട്ടെ. ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തത് എന്താണ് നിങ്ങൾ പറയും. ഞാൻ ബൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കുറച്ച് നേരത്തെ ഞാൻ വോയിസ് ആക്റ്റീവ് ചെയ്തിരുന്നു. അപ്പോ പിന്നെ ആ സമയത്ത് മൈക്ക് കിട്ടിയിരുന്നില്ല. കുമ്മോളി ഉസ്താദ് നേരത്തെ സംസാരിച്ചപ്പോഴും, ഇപ്പോഴല്ല, ഉസ്താദിന് മുമ്പ് കുറച്ച് നേരത്തെ. അതിന്റെ ശേഷം എന്റെ കയ്യിൽ മൈക്ക് കിട്ടാതെ വേറെ 2-3 ആൾക്ക് മൈക്ക് കിട്ടിയതിന്റെ ശേഷം പിന്നെ ഞാനത് വോയിസ് ആക്റ്റീവ് ചെയ്ത് ഞാൻ പിന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അറിയാതെ മൈക്ക് പിന്നെ കയ്യിൽ വന്നതാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, ചർച്ചകൾ തുടരട്ടെ. ഇപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നേരത്തെ മൈക്ക് കയ്യിൽ വന്ന് അറിഞ്ഞിരുന്നില്ല. വേറെ ഇപ്പൊ നേരത്തെ പിന്നെ ഉസ്താദ് ചോദിച്ചിരുന്നല്ലോ, ഇസ്ലാം കാര്യം ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെ ഇസ്ലാം എന്താണെന്നും ഈമാൻ എന്താണെന്നും പഠിപ്പിക്കുന്ന ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദ് ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ അബു വാഫിയ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഇസ്ലാം കാര്യങ്ങൾ അറിയുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം എന്നാണ് ചോദിച്ചത്. അത് അബു വാഫിയ മൈക്കെടുത്ത് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കേൾവിക്കാർ ഉസ്താദ് തന്നെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്ന് പറഞ്ഞ് തൽക്കാലം മൈക്കൊടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇവിടെ ഇസ്ലാം കാര്യം എന്താണെന്നുള്ളതല്ല. അത് ഇൻഷാ അല്ലാഹ് അറിയാത്ത ആളല്ല കേൾവിക്കാരന്, എനിക്കും അറിയാത്ത ആളല്ല കേൾവിക്കാരനും അറിയാം. ഏതായിരുന്നാലും ഇവിടെയുള്ള ചോദ്യം, വടാനപ്പള്ളി ഇന്നലെ പറഞ്ഞു ഇസ്ലാമും ഈമാനും രണ്ടും ഒന്നാണെന്ന്. ഇന്ന് KKM സാദി അത് നിങ്ങളാണ് പഠിപ്പിച്ചിട്ടേ കേൾവിക്കാരൻ വിടുള്ളൂ. അതിനാ ചോദിച്ചത് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ എന്താന്ന്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആ 2 ഉസ്താദുമാരും പറഞ്ഞത് കറക്റ്റ് ആണെന്ന് നിങ്ങളെ കൊണ്ട് ഈ റൂമിൽ നിന്ന് പറയിപ്പിച്ചിട്ടേ കേൾവിക്കാരൻ വിടുള്ളൂ. അതിനാ നിങ്ങളോട് ചോദിച്ചത് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നെന്താണ് അങ്ങോട്ട് പറയാനാ പറഞ്ഞത്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാന്ന് അറിഞ്ഞുകൊണ്ടായില്ല. അങ്ങോട്ട് പറയും. അതല്ലേ വേണ്ടത്. അബു വാഫിയ മൈക്കെടുക്കുക, ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ എന്താണെന്ന് പറയാ. ഞാൻ മൈക്ക് വിട്ടു. അത് പറയാൻ അവർ രണ്ടുപേരുള്ള കേൾവിക്കാർ അത് പ്രഖ്യാപിച്ച 2 വ്യക്തികൾ ഈ ക്ലാസ് റൂമിലുണ്ട്. അവർ രണ്ടും ഏറ്റെടുത്ത കാര്യമാണ്. പിന്നെ എന്തിനാണ് കേൾവിക്കാർ സ്ഥായിൽ കയ്യിരുന്നുള്ള തിരിയാത്തത്? കാരണം അത് അതെ, ആ 2 ഉസ്താദുമാർ കൈകാര്യം ചെയ്യാൻ മാത്രം നിങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ ഇത് കിട്ടിയ പിന്നെ
കാരണം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ പറയാതിരിക്കണ്ട. ഉസ്താദുമാരോട് സംസാരിക്കാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി അബൂവാഫിയക്കില്ല. അതിന്റെ മാതിരിയുള്ള സാധാരണക്കാരായ ആളുകൾ, പണ്ഡിതന്മാരല്ലാത്ത ആളുകൾക്ക് തന്നെ കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ ഓരോന്നിന്റെ എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഈ മൂട്ടനെയും കൊതുകിനെയും ഒന്നും കൊല്ലാൻ വേണ്ടി ആരും ചെയ്യില്ല, AK-47 ഒന്നും എടുക്കലില്ല. മനസ്സിലായോ? അതിനൊക്കെ ചെറിയ ചെറിയ കൊട്ടുകൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? കയ്യിന്റെ എല്ലോണ്ട് കൊട്ടിയാൽ തന്നെ അത് അവിടെ ഒരു ബൈക്കാകണതാണ്. അതുകൊണ്ടാണ് കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഉസ്താദുമാര് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പിന്നെ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാത്ത കാര്യമൊക്കെ വരുമ്പോ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉസ്താദുമാരെ ഇടപെടും. ഇപ്പൊ നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല. അതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് അവര് രണ്ടാളും പറഞ്ഞത് ശരിയാണെന്നുള്ളത് ഞാൻ ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം. നിങ്ങൾ പഠിക്കാനാണോ? ആണെങ്കിൽ പഠിക്കാനാണെങ്കിൽ എസ് അടിച്ചോളൂ. പഠിക്കാനാണെങ്കിൽ എസ് അടിച്ചോളൂ. എസ് അടിച്ചോളൂ അബൂവാഫിയ. നിങ്ങൾ ഈ വിഷയം പഠിക്കാനാണെങ്കിൽ എസ് അടിച്ചോളൂ. അദ്ദേഹം എസ് അടിക്കണില്ല. ശരി, എന്നാ പിന്നെ ഇനി ഈ റൂമിലുള്ള ഉസ്താദുമാരെ ഒന്ന് തോൽപ്പിക്കാനാണോ? അതിനാണെങ്കിൽ എസ് അടിച്ചോളൂ. ഇനി എന്താണ്? പണ്ഡിതരിൽ നിന്നും പഠിക്കണം. അത് നിങ്ങൾ ഉദ്ദേശിച്ച പണ്ഡിതൻ എന്ന് പറഞ്ഞത് നമ്മളെ തോട്ടുമായിരിക്കും. അയാളിരുന്ന് പഠിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം നിങ്ങളെ 2 ദിവസം മുമ്പ് പറഞ്ഞേൽപ്പിച്ചിരുന്നല്ലോ. അത് നിങ്ങൾ പഠിച്ചാ? തോട്ടുവിനോട് ചോദിച്ചിട്ട് പഠിക്കാൻ വേണ്ടി 3 ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് ഈ റൂമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് നിങ്ങൾ ചോദിച്ചു പഠിച്ചോ? അതാ. അപ്പൊ പറയുന്ന വിഷയം മാറ്റരുത്. എന്നാ നമ്മൾ ഈ വിഷയത്തിൽ തന്നെ നിൽക്കുക കേട്ടാ. മര്യാദക്ക് വരി. നിങ്ങൾക്കും പഠിക്കാം, ശ്രോതാക്കളായ ആളുകൾക്കും പഠിക്കാം. എന്താണ് ഈമാന്, എന്താണ് ഇസ്ലാം, അത് രണ്ടും ഒന്നാണോ അത് രണ്ടും രണ്ടാണോ? അതാണ് ഇപ്പൊ പഠിക്കാൻ പോണത്. ഇൻഷാ അല്ലാഹ് അബൂവാഫിയ മൈക്ക് എടുക്കുക. ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തത് എന്താണെന്ന് പറയാം. ഞാൻ മൈക്ക് വിട്ടു. അത് പറയാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ മൈക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇസ്ലാം കാര്യങ്ങൾ എല്ലാവർക്കും അറിയണവരല്ലേ? നമ്മളെ മാറിച്ചലൊക്കെ കുട്ടികളൊക്കെ സുന്നികളെ മാറിച്ചലും പാട്ടും പാടി പഠിക്കണമല്ലേ ഈ പണ്ടൊക്കെ. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇല്ലേ? അങ്ങനല്ലായിരുന്നു ഒരു പാട്ട്? വേറെ ഉണ്ടായിരുന്നു മലയാളത്തിൽ. 6-11 കാര്യങ്ങൾ അറിയാതെ മടുപോലെ നടക്കുന്ന മനുഷ്യ, നിന്റെ പാടുപെടും മരണത്തെ ചിന്തിക്ക്, കട്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്ക്. അണ്ടാ, 6-11 കാര്യങ്ങൾ അറിയാത്ത മുസ്ലിമീങ്ങൾ ആരും ഉണ്ടാവില്ല. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോ അബൂവാഫിയോട് ചോദിച്ചത്. എന്താണ് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തത്? അത് അബൂവാഫി എപ്പോ പറയും, കേട്ടോളൂ. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, ഇവിടെ ഈമാനും ഇസ്ലാമും രണ്ടാണ്, രണ്ടും ഒന്നാണ് എന്നുള്ള വിഷയത്തിൽ SGVയിലെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ 2 പണ്ഡിതന്മാർ ഈ റൂമിലുള്ളപ്പോൾ അവരാണ് അത് തെളിയിക്കേണ്ടത്. അവർക്ക് തന്നെ മൈക്കിൽ വരാം. ഈ വിഷയം അവർ പറഞ്ഞത് ബടാനപ്പള്ളി. പൊന്നാര അബൂവാഫിയ, ഞാനിപ്പോ നിങ്ങൾക്ക് ഇടേണ്ട പേര് ഞാൻ പറയണില്ല, ആൾക്കാർ പറഞ്ഞോട്ടെ. അതല്ലേ സുഹൃത്തെ KKM സയ്യിദ് ഉസ്താദ് പറഞ്ഞത്? ഇവിടെ ഉസ്താദുമാര് പറഞ്ഞൊക്കെ എന്താ അറിയോ? ഞങ്ങളുടെ പൂർവികരായ ഇമാമിങ്ങള് മഹാന്മാര് ചർച്ച ചെയ്ത വിഷയ. അതല്ല സയ്യിദ് ഉസ്താദ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ചില പരിഗണനകൾ വെച്ചുകൊണ്ട് 2ഉം 2ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ പരിഗണന എന്താണെന്നും എങ്ങനെയാണത് എന്നും നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. പക്ഷെ അതിന് നിങ്ങൾ വഴങ്ങുന്നില്ല, നിങ്ങൾ കൂട്ടാക്കുന്നില്ല. അതല്ലേ വസ്തുതാ സുഹൃത്തുക്കളെ? അതല്ലേ? 2ഉം 1ആണെന്ന് പറഞ്ഞാലും ശരിയാണ്, 2ഉം 2ആണെന്ന് പറഞ്ഞാലും ശരിയാണ്. 2ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവര് ചില പ്രത്യേക പരിഗണനകൾ വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 1ആണെന്ന് പറഞ്ഞവരുണ്ട്. 2നും എന്തുണ്ട്? തെളിവുമുണ്ട്.
അതുകൊണ്ട് തന്നെ അവര് രണ്ടാളും പറഞ്ഞത് തെറ്റല്ല. അത് രണ്ടും ശരിയാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? അപ്പറഞ്ഞ ഉസ്താദുമാരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള, അതായത് അപ്പറഞ്ഞ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ KM സയ്യിദ് ഉസ്താദ്, വാടാനപ്പള്ളി ഉസ്താദ്, ഇവരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധാരണക്കാരൻ, ഈ റൂമിലൊരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് മൈക്കെടുത്തിട്ട് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ എന്താന്ന് പറയാൻ നിങ്ങളോട് പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി മൈക്ക് തരികയാണ്. ശ്രോതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ അദ്ദേഹത്തോട് ഞാൻ സിമ്പിൾ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തേത് എന്താണ്? നിങ്ങളെല്ലാരും കേട്ടോ സുഹൃത്തുക്കളെ? ചോദ്യങ്ങൾക്കൊക്കെ തിരിഞ്ഞവരൊക്കെ ഒന്ന് എസ്സടിച്ചാൽ മതി. ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന്, അതായത് ഇസ്ലാമിന്റെ റുക്കിനുകളിൽ നിന്ന് ഒന്നാമത്തെ റുക്കിൻ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് അദ്ദേഹം പറയോ ഇല്ലെന്ന് നോക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുക. ഇനിയും അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് വേണ്ടതെന്ന് ശ്രോതാക്കളായ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ആ പറഞ്ഞത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തെ ഞാനൊരു പരീക്ഷ നടത്തുകയല്ല. മനസ്സിലായില്ലേ? അദ്ദേഹം എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരീക്ഷയല്ല ഇവിടെ നടത്തുന്നത്. പിന്നെയോ അദ്ദേഹത്തിന് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു എളിയ ശ്രമമാണ്. അദ്ദേഹം സഹകരിക്കുകയാണെങ്കിൽ അദ്ദേഹം മൈക്കെടുത്തൊന്ന് പറയട്ടെ ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ എന്താണെന്ന്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് മൈക്ക്. അബുവാഫിയ മൈക്കെടുത്തോളൂ, ഞാൻ മൈക്ക് വിട്ടു. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് പറയുമ്പോൾ അത് കർമ്മപരമായിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് കേൾവിക്കാർ വിശദീകരിക്കുമോ? മൈക്ക് ഫ്രീ. ഇപ്പൊ മൂപ്പർക്ക് കർമ്മപരമായിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളു അത് നമുക്ക് വേറെ വിഷയമല്ലേ. ഇവിടെ ഇപ്പൊ ഈമാനും ഇസ്ലാമും ഒന്നാണോ? മുസ്ലിം എന്ന് പറയുന്നതും മുഅ്മിൻ എന്ന് പറയുന്നതും സാങ്കേതികമായി ഒന്നാണോ രണ്ടാണോ? അതല്ലേ ഇവിടെ നിങ്ങൾ ചർച്ചയായിട്ട് വന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്തോളൂ, അബുവാഫിയ മൈക്കെടുത്തോളൂ. ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത് പറഞ്ഞോളൂ. ഒരിക്കൽ കൂടി മൈക്ക് തരികയാണ്. നിങ്ങൾ ആ വിഷയം പറയാതെ മറ്റൊരു ഭാഗത്തേക്ക് ചാടിയതുകൊണ്ട് ഞാൻ മൈക്ക് വിട്ടു. ഈമാൻ കാര്യം എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ടും ഇസ്ലാം കാര്യം എന്ന് പറയുന്നത് കർമ്മപരമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് കർമ്മപരമായിട്ട് എങ്ങനെ ചെയ്യണം, അതെങ്ങനെ ചെയ്യുക, അതൊന്ന് കേൾക്കാൻ ആദ്യം വിശദീകരിക്കും. എന്നിട്ടാക്കാൻ നമുക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മപരമായ കാര്യങ്ങളുമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം കർമ്മപരമായി എങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറയുക? ഒന്നാമത്തെ മൂപ്പർക്ക് അറിയില്ല. ഇത് പണ്ടൊരാള് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പള്ളിക്കല ഉസ്താദിനോട് ചെന്നിട്ട് പറഞ്ഞേ, ഉസ്താദെ ഈ ജനാപത്ത് കുളിക്ക് പെറല് ഉണ്ടെന്ന് പറഞ്ഞ് എത്രയാണെന്നുള്ളതിന്റെ പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് എനിക്കറിയിട്ടല്ലാതെ, പെണ്ണുങ്ങളെ സംശയം തീർക്കാനാണ് എനിക്കറിയിട്ടല്ലാതെ. ആരോട്? പള്ളിക്കല ഉസ്താദിനോടെ. പെണ്ണുങ്ങൾക്ക് സംശയം തീർത്തു കൊടുക്കാനാണ്. പെണ്ണുങ്ങൾക്കൊരു ഇസ്കാല് കുളിക്ക് ഇങ്ങനെ ജനാപത്ത് കുളിക്ക് പെറലുണ്ട് എന്ന്. അത് എത്രണ്ണ ഏതാന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. അല്ല, പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്കറിയിട്ടല്ല, ഓൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. നിങ്ങൾക്ക് തിരിഞ്ഞോ സംഗതി? ശ്രോതാക്കൾക്ക് മനസ്സിലായോ? ഇതേമാതിരിയുള്ള ഒരു വർത്താനം അപ്പം മൂപ്പര് പറഞ്ഞത് എന്താണ്? ഒന്നാമത്തത് ഞാൻ പറയാ. ഒന്നാമത്തത് എങ്ങനെയാണ് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മൂപ്പർക്ക് ഒന്നാമത്തെ എന്താണ് പഠിക്കാലോ. സ്വാഭാവികമായും ഒന്നാമത്തത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഏതായാലും ഒന്നാമത്തെ പറയേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് മൂപ്പർക്ക് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ പഠിക്കാം, എന്നിട്ട് പറയാം. അപ്പൊ ഇപ്പൊ ഇതിന്ന് മനസ്സിലായത്, എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്ന് അറിയില്ല, എനിക്ക് തിരിഞ്ഞതിപ്പോ അബുവാഫിയ ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ മറന്നിക്കണ്. പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും പണ്ട്. അത് ഈ തെരീക്കത്ത് പോയപ്പോൾ എന്ത് ചെയ്തിക്കണ്, അതും മറന്നിക്കണ് എന്നാണ് ഞാൻ മനസ്സിലായത്. മദ്രസയിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹം ഇപ്പൊ അത് മറന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് അബുവാഫിയ ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തെ പഠിച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് ഇനി മൈക്കിൽ വരാം. തൽക്കാലം ഇന്ന് നിങ്ങൾക്ക് മൈക്കില്ല എന്നറിയിക്കുന്നു. ഞാൻ കുമ്മോളി ഉസ്താദിലേക്ക് തന്നെ മൈക്ക് കൈമാറാണ്. മറ്റ് ചോദ്യകർത്താക്കളിലേക്കും അസ്സലാമു അലൈക്കും.
ഞാൻ മൈക്കെടുക്കാൻ ഉദ്ദേശിച്ചത് അത് പറയാൻ തന്നെയായിരുന്നു. അതായത് അദ്ദേഹം അത് പഠിച്ചിട്ട് ഇസ്ലാം കാര്യം ഒന്നാമത്തത് പഠിച്ചിട്ട് നാളെ വരട്ടെ എന്ന് പറയാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ മൈക്കെടുക്കാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പിന്നെ വരട്ടെ, ഇസ്ലാം കാര്യം പഠിച്ചിട്ട് വരട്ടെ. അയാൾ പോവുകയും ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി പോയതായിരിക്കും. ഇൻഷാ അല്ലാ പഠിച്ചിട്ട് വരട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റ് ശ്രോതാക്കൾ ചോദ്യകർത്താക്കൾ മൈക്കിലേക്ക് വരട്ടെ. ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുജാഹിദ് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, സുന്നികളായ നമ്മൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഒരു മഹല്ലില് ഒരു മുജാഹിദ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ മുസ്ലിങ്ങളും ഇപ്പോൾ സുന്നികള് മയ്യത്ത് നിസ്കരിക്കൂല, മുജാഹിദീങ്ങളെ നിസ്കരിക്കുള്ളൂ. പക്ഷെ ഒരൊറ്റ മുസ്ലിങ്ങൾ നിസ്കരിക്കാത്ത ഒരു ഘട്ടം പറഞ്ഞാൽ അത് എന്താണ്, നമുക്ക് അത് അങ്ങനെ പാടുണ്ടോ? ഒരൊറ്റ നാട്ടിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ല, ഇതല്ല നിസ്കരിക്കണില്ല, ഒരാളും നിസ്കരിക്കണില്ല. അപ്പോൾ അവിടെ സുന്നികളായ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്താണ്, ഈ സുന്നികളായ നമ്മൾ ഇയാൾ മുസ്ലിം എന്ന പേരിൽ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടുന്നു? എൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഒച്ച ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് കേട്ടു. മുജാഹിദീങ്ങൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല നമുക്ക് മൂപ്പർക്ക് അറിയാം. പക്ഷെ മൂപ്പരെ ചോദ്യത്തിന്റെ മർമ്മം എന്താ വെച്ചാൽ, ഒരു മഹല്ലിൽ ഒരാൾ മരിച്ചു, അവിടെ ഇയാള് മാത്രമേ ഉള്ളൂ, പിന്നെ സുന്നികൾ മാത്രമേ ഉള്ളൂ, ഒറ്റ വഹാബിൻ എന്തില്ല കടമ തീർക്കാൻ പറ്റിയൊരു വേറെ അവിടെ അല്ല. അങ്ങനെ വന്ന് നമ്മൾ നിസ്കരിക്കണമെന്നാണ്. കാഫിറായി പ്രഖ്യാപിക്കാത്ത ആളുകള് അവര് മരണപ്പെട്ടാൽ ഫർള് കിഫ വീടാൻ വേണ്ടത് ചെയ്യണം എന്ന് തന്നെയാണ് അവിടെ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുള്ളത് സുഹൃത്തെ. അപ്പൊ ആരെങ്കിലും എന്ത് ചെയ്യണം, ഒരാളതിന് കുപ്പായം മാറ്റണം. അതേ സമയത്ത് ആയിത്തന്നെ പെട്ട ആരെങ്കിലും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞു വരാണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മളിങ്ങോട്ട് അതാണ് അവഗണിച്ച് മാറ്റി നിർത്തും ചെയ്താൽ മതി എന്നാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതോടൊപ്പം ഒരു വിഷമമുള്ള ഒരു വാർത്ത. എന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് പാറോളി കോമു എന്ന് പറയുന്ന സഹോദരൻ അല്പം മുമ്പ് മരണപ്പെട്ടു. നാട്ടിൽ നിന്നിപ്പോ വിളിച്ചിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനും കുടുംബത്തിന്റെ ആശ്വാസത്തിനൊക്കെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും ആവശ്യപ്പെടുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ള കുറെ മരണപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളെ ചെറുകോട് ഉസ്താദിന്റെ അമ്മോശൻ, അതേപോലെ എന്റെ അളിയൻ, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദ്വാർക്കണമെന്നും ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഹദ്ദാദിനും മറ്റൊക്കെ ഉള്ള സമയത്ത് ദുആക്ക് എല്ലാവരും സമയം കണ്ടെത്തണമെന്നും അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ പരലോകം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. പരലോകത്ത് ഖബറിലും അതേപോലെ മഹ്ശറിലും ഒക്കെ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു തആല അവരെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ധർമ്മടം മഹല്ല് പ്രസിഡന്റും സൂഫി വര്യനുമായ മുഹമ്മദ് മുസ്ലിയാർ ചാത്തോടം അല്പം മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല അവരുടെയും പരലോകം സന്തോഷമായി കൊടുക്കുമാറാകട്ടെ. SYSന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും ആഖിറും അല്ലാഹു സന്തോഷമാക്കി കൊടുക്കുകയും നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ ഒക്കെ പരലോകത്ത് ഖബറിലും അശ്ശറിലും ഒക്കെ അല്ലാഹു രക്ഷ നൽകുകയും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും രക്ഷ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അബൂ മുബാറക് എന്ന് സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ഉസ്താദുമാര് മൈക്കിലേക്ക് വരിക. ഇനി കുറച്ച് സമയത്തേക്ക് എന്തായാലും എനിക്ക് പുറത്തു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ദുആയിൽ മറ്റു സമയങ്ങളിലൊക്കെ ഖത്തം എടുക്കാൻ പറ്റുന്ന ഇപ്പോ ചർച്ചയുടെ സമയമാണല്ലോ. അപ്പോ ആ പറ്റുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. ഹദ്ദാദിലും മറ്റൊക്കെ ദുആയിൽ പ്രത്യേകം ഓർക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിന ബില്ലാഹി മാ ബഅദ്. സ്നേഹത്തിലുള്ള ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ,
സഹോദരന്മാർ, റഹ്മുർ-റഹീമിനായ അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹവലായി കബൂൽ ചെയ്യട്ടെ. ഈമാൻ, ഇസ്ലാം പ്രാഥമികമായി തന്നെ ഒരു സത്യവിശ്വാസി ഏതൊരു പ്രായപൂർത്തിയെത്തിയ ആളും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ് ഈമാനും ഇസ്ലാമും. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയൊക്കെ എത്തുന്നതിന്റെ വളരെ മുമ്പ് കൊച്ചുകുട്ടികളെ മദ്രസയിൽ ചേർത്തിയാൽ 2ാം ക്ലാസ്സിൽ തന്നെ 2ാമത്തെ വർഷം അക്ഷരാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്നത് കാര്യവും ഈമാൻ കാര്യവും പഠിപ്പിച്ച് അങ്ങനെ പിന്നെ അതിന്റെ വിശദീകരണങ്ങളും പഠിപ്പിക്കുന്നു. സൗണ്ട് കുറവുണ്ടോ? വോളിയം പ്ലസ് അടിക്കുന്നുണ്ട്, ശബ്ദം കുറവുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട്, ക്ലിയർ ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. അഥവാ കുറവ് ഏതെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു വോളിയം കൂട്ടി വെച്ചാൽ മതി. അപ്പോ ഇസ്ലാം എന്നാൽ എന്താണ് എന്നും ഈമാൻ എന്താണെന്നും വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ പഠിപ്പിച്ച് നമ്മൾ പിന്നെ 5 നേരം അല്ലാഹു തആലാന്റെ ഏകത്വം മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുകയും അതുപോലെ തന്നെ ആരാധനക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് വ്യക്തമാക്കി പറയുകയും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്നും ഹൃദയത്തിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് വ്യക്തമാക്കി പറയുക ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യങ്ങളായിട്ട് ചെറിയ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2ാമത്തെ കാര്യമായിട്ട് നമുക്കറിയാം നിസ്കാരം 5 നേരം നിലനിർത്തുക. 3ാമതായി സ്വത്തിൽ നിന്നും കഴിവുള്ളവർ കഴിവനുസരിച്ച് സക്കാത്ത് കൊടുക്കുക, നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച്. 4ാമത്തത് റമദാനിൽ നോമ്പെടുക്കുക. 5ാമത്തത് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക. അതാണ് ഇസ്ലാം കാര്യം. എല്ലാവർക്കും അറിയാം. ഇപ്പോ സമയം എങ്ങനെ വെറുതെ പോക്കുകയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു ആർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടെങ്കിലോ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചൊക്കെ വളരെ ചെറുപ്പത്തിൽ മാത്രം പഠിച്ചു, പിന്നീട് പഠന രംഗത്തൊന്നും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ ആളുകൾ ഈ 10-300-ൽ പരം ഐഡികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാതിരുന്ന് എന്ന് പറയാൻ പറ്റൂലല്ലോ, ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഈമാൻ കാര്യം എന്ന് പറഞ്ഞാലോ അതേ പ്രായത്തിലുള്ള ആ കുട്ടികൾക്ക് തന്നെ പിറ്റത്തെ പാഠം പഠിപ്പിക്കും. അൽ ഈമാനു, ഈമാൻ എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഒന്നാമതായി അതിന്റെ കാര്യം, ഒന്നാം കാര്യം. 2ാമത്തെ കാര്യം അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കലാണ്. പിന്നെയോ വകുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകൾ കൊണ്ട് വിശ്വസിക്കലാണ്. പിന്നെ വറുസുലിഹി, അള്ളാഹുവിന്റെ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കലാണ് 4ാമത്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളെ കൊണ്ട് വിശ്വസിക്കലാണ് 5ാമത്തത്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും ഗുണവും പിന്നെ ദോഷവും എടങ്ങേറുമുള്ള, നമുക്ക് ഗുണമുള്ളതും നമുക്ക് എടങ്ങേറുമുള്ള എല്ലാ കാര്യങ്ങളുണ്ടായാലും അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ്. അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹു സൃഷ്ടിക്കാതെ ഒന്നും ഉണ്ടാവൂല, എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന് വിശ്വസിക്കലാണ് 6ാമത്തത്. ഇങ്ങനെ എണ്ണി പഠിപ്പിക്കല് ഉണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരാള് മുസ്ലിമായി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരാൾ ഒഴിവാക്കിയാൽ അവന് മുസ്ലിം എന്ന് പറയാൻ പാടില്ല, പറ്റൂല. അതേപോലെ തന്നെ മുഅ്മിൻ എന്നും പറയാൻ പറ്റൂല. ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ മതി ഈ കാര്യത്തിൽ.
ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ചാൽ അവൻ എന്താവൂല, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളാവൂല. അപ്പോ 5ഉം 6ഉം 11 കാര്യമായിട്ട് എണ്ണി പറഞ്ഞെങ്കിലും ഇസ്ലാമിന്റെ കാര്യം 5ഉം ഈമാൻ കാര്യം 6ഉം, ഇങ്ങനെ 5ഉം 6ഉം 11 കാര്യം എണ്ണി പറഞ്ഞെങ്കിലും ഈ 11ഉം കൂടി യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പെട്ടതാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ ഒരാൾ മുസ്ലിം ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വലുതായ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എന്താണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ, അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കലാണ്. അതാണ് എന്ത്, യഥാർത്ഥത്തിൽ ഈമാൻ. അപ്പൊ രണ്ടും പെട്ട്, നേരത്തെ പറഞ്ഞ ഈമാൻ കാര്യം 6ഉം പെട്ട്, അതുപോലെ ഇസ്ലാം കാര്യം 5ഉം ഉൾപ്പെട്ടു. കുറച്ച് വലിയ കുട്ടികൾക്ക് പിന്നെ പഠിപ്പിക്കുന്ന എന്താണ്, അത്തസ്ദീഖു ബികുല്ലി മാ ജാഅ ബിഹി മിനല്ലാഹി ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യം കൊണ്ടും വിശ്വസിക്കുക, വാസ്തവമാക്കുക. അതാണ് ഈമാൻ എന്നാണ് കുറച്ചുകൂടെ വലിയ കുട്ടി കുറച്ച് പറഞ്ഞാലൊക്കെ മനസ്സിലാകാവുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് പിന്നെ പഠിപ്പിക്കുന്നത്. അപ്പോ ആ ഈമാനിൽ ഏത് ഉൾപ്പെട്ടു? നേരത്തെ പറഞ്ഞ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതും മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നതും കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നതും മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുന്നതും അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നതും ഖൈറും ഷർറും അള്ളാഹു എന്നുള്ളതാണ് വിശ്വസിക്കുന്നതും, അതുപോലെ പിന്നെ അൻതഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അല്ലാഹു തആല അല്ലാതെ ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കണമെന്ന് പറഞ്ഞതും ഇസ്ലാം കാര്യത്തിൽപ്പെട്ടായിട്ട് നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ളതാണ്. മുസ്ലിമിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതും റമളാനിൽ നോമ്പെടുക്കണമെന്ന് പറഞ്ഞതും ഹജ്ജ് കഴിവുള്ളവർ ചെയ്യണമെന്ന് പറഞ്ഞതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാ. അതെ, ബിമാലമ അത് കുറച്ചുകൂടി വലുതായിട്ട് പിന്നെ പഠിപ്പിക്കുള്ളൂ. മദ്രസയിൽ കുറച്ച് വലുതായ കുട്ടികൾക്ക് എന്താ പഠിപ്പിക്കുന്നത്, അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനല്ലാഹി തആല എന്നാ പഠിപ്പിക്കുന്നത്. അവിടുന്ന് കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് പിന്നെ എന്ത് പഠിപ്പിക്കും, അത്തസ്ദീഖു ബിമാ ഉലിമ ബിഹി ബിമാ ഉലിമ ബിദ്ദറൂറ മജിഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായിട്ട് അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്നതാണ് ഈമാൻ. ഇതെല്ലാം വാസ്തവത്തിൽ ഒന്നാ, അത് പാത്രത്തിനനുസരിച്ചും ആണ് വിളമ്പിക്കൊടുക്കുന്നത്. കുട്ടികളുടെ ഹൃദയം വികസിക്കുന്നതനുസരിച്ച് കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഏതാണ് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും എല്ലാം ഒത്ത് സമ്മേളിക്കുമ്പോഴാണ് ഒരാളെ പറ്റി നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിൻ അല്ല എന്നതിന് അർത്ഥമില്ല, അവൻ മുഅ്മിൻ തന്നെയാണ്. ഒരാൾ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമുമാണ്. കാരണം എന്താ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാ ലാസ്റ്റ് പഠിപ്പിച്ച കുറച്ചൊക്കെ ബുദ്ധിയും തന്റെ ഇടം വെച്ചതിന്റെ ശേഷം പിന്നെ പഠിപ്പിക്കുന്നത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നായിട്ട് കൊണ്ടുവന്നതായിട്ട് അറിയപ്പെട്ട വ്യക്തമായി അറിയപ്പെട്ട കാര്യങ്ങളെ കൊണ്ടെല്ലാം വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ ഈമാൻ. അത് തന്നെയാണ് ഇസ്ലാമും. അതിലേത് എല്ലാം ഉൾപ്പെട്ട് നിസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞതും പിന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതും നോമ്പും ഹജ്ജും എല്ലാം ഉൾപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതായിട്ട് അനിഷേധ്യമായി അറിയപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയപ്പെട്ട കാര്യം, വ്യക്തമായി അറിയപ്പെട്ട കാര്യം. അതിനൊക്കെ വാസ്തവമാക്കലാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ ഈമാനിൽ ആരൊരുത്തരിലുണ്ടോ അവൻ പൂർണ്ണമായും മുസ്ലിമുമാണ്, മുഅ്മിനുമാണ്. പിന്നെ അവിടെ ഒരു വേർതിരിവുമില്ല. ആ പറഞ്ഞ ഈമാൻ ഏതൊരുത്തരിലുണ്ടോ അവൻ മുസ്ലിമുമാണ്, മുഅ്മിനുമാണ്. അവിടെ ഒരു വ്യത്യാസമില്ല. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നേരത്തെ ഒരാളെ പിന്നെ അടിച്ചിരുന്നു, എന്താണൊന്നും മനസ്സിലായില്ല. എന്താണ്
അയറാബി മുസ്ലിമോ അങ്ങനെ നിങ്ങളൊന്നും എഴുതിയാൽ പറ്റൂല. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ പിന്നെ എഴുത്തിലൂടെ ഉള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കണില്ല. എന്ത് ചെയ്യണം? സംശയമുള്ള ആളുകൾ മൈക്കിലേക്ക് വന്നിട്ട് ചോദിക്കണം. അതിനുള്ള ചർച്ച എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഇപ്പൊ തന്നത്. ഇതിലൂടെ പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മളെ കേൾവിക്കാർ ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ഉസ്താദ് മാഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഉസ്താദ് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു തആല ഉസ്താദിന്റെ ഇൽമിലും നമ്മുടെ ഇൽമിലും ഉസ്താദിന്റെ ഇൽമിലും ഒക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദിന് വേണ്ടി മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, ഞാനും അത് പറയാൻ വേണ്ടിയിട്ട് ഉസ്താദെ, നമ്മുടെ ചർച്ചയാണല്ലോ. അപ്പൊ അത് ചോദ്യകർത്താക്കൾ എന്ത് ചെയ്യുക, സംശയമുള്ളവർക്കൊക്കെ ചോദിക്കുക. ആരും ഒന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാവർക്കും എന്ത് ചെയ്യുക, സംശയമുള്ളവർക്കൊക്കെ മൈക്കെടുത്ത് ചോദിക്കാം. ടെസ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് ഇവിടെ നൂറുകണക്കായ റേഡിയോ ശ്രോതാക്കളുണ്ട്, അവർ കാണുന്നില്ല. അപ്പൊ അവർക്കും ഇതിങ്ങ ഒരാൾ ചോദിച്ചതാണ്, ആ ചോദ്യം എന്നതാണ്, അതിന് ഉസ്താദുമാർ പറയുന്ന മറുപടി കറക്റ്റ് ആണോ എന്നൊക്കെ അവർക്കും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഇപ്പൊ ഇവിടെ പിന്നെ ആരാണ്, മംഗലയൻ നിങ്ങൾ മൈക്കെടുത്തോളൂ. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചോളൂ. ഇവിടെ നമുക്ക് പഠിക്കുക. തർക്കിക്കണ ആളുകൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവാം. നിങ്ങൾ തർക്കിക്കാനൊന്നല്ല കേട്ടോ. നിങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണെന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാളാനപ്പള്ളി ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരുവിധം ആളുകൾക്കൊക്കെ സംശയം തീരുന്ന രൂപത്തിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി തീരാത്ത ആളുകൾ ആ വിഷയവുമായി തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കെടുത്ത് ചോദിച്ചോളൂ കേട്ടാ. എല്ലാവർക്കും റൈസാൻഡ് ചെയ്യാം, റൈസാൻഡ് ചെയ്തോളൂ. ഇനി നമ്മുടെ പ്രവർത്തകരായ ഇതിലുള്ള റൂമിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മറ്റുള്ള വിമർശകരാവണം എന്നില്ല, പഠിക്കണം എന്നുള്ള ആൾക്ക് ഓക്കെ. ജബ്ബാർ പൂവി എന്നുള്ള ID കൈവക്കിയിട്ടുണ്ട്. അദ്ദേഹം മൈക്ക് എടുക്കും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ. എനിക്ക് ഞാൻ ഇവിടെ മൈക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തു പോയിക്കാണ്. അപ്പൊ ഇവിടെ എന്താ നടന്നു നിൽക്കണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഞാനൊരു വിഷയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ത്വരീക്കത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. തോന്നുന്നു ഈ മുറിയിൽ തന്നെ ആണോ അതോ വേറെ റൂമിലാണോന്ന് അറിയില്ല. ഈ കുന്നത്തേരി ത്വരീക്കത്തിന്റെ തീരുമാനത്തെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. നമ്മുടെ സംഘടന അതിന് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ആ ത്വരീക്കത്തിന്റെ ഒരു മുരീദായ ഒരാള് ഇപ്പോൾ ഹംസക്കോയ ജസ്സുരി ബാക്കവി എന്ന് പറഞ്ഞ ആളിപ്പോ ആലുവയിലെ സമസ്തയുടെ കേരള ജമിയത്തുൽ പ്രസിഡന്റാണ്. അപ്പൊ ആളിത് കുടുംബത്തേരി ത്വരീക്കത്തിന് എതിരെ ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സമസ്തയെ തള്ളുമെന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തി കൂടിയാണ്. അപ്പൊ അയാള് സംഘടനയിൽ ഉണ്ടതാണ്. അപ്പൊ എന്താ ഇപ്പൊ ഈ ത്വരീക്കത്തിനെ കുറിച്ച് സംഘടനയുടെ തീരുമാനം എന്നറിയിട്ടാണ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പുറത്തുപോയി വന്നപ്പോ ഇവിടെ എന്താ നടന്നതെന്ന് അറിയുന്നില്ല എന്നുള്ളത്. അതിനേക്കാളും കഷ്ടം നിങ്ങളിപ്പോ പറഞ്ഞത് എന്താന്ന് എനിക്ക് തിരിഞ്ഞില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കുന്നത്തേരി തെരീകത്ത് എന്നറിഞ്ഞു. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തത്, അതിന്റെ ഏതോ ഒരു ബാക്കവുണ്ട്, അയാള് കേരള ജമിയത്തുൽ ഉലമന്റെ ആളാണെന്നും പറഞ്ഞു. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആണോ, ആണെങ്കിൽ ഏത് സമസ്തയുടെ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അത് നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. മനസ്സിലായ? സമസ്ത കേരള എന്ന് പറഞ്ഞാൽ അത് താജുൽ ഉലമ നേതൃത്വം നൽകുന്ന സംഘടനയാ. താജുൽ ഉലമ നേതൃത്വം നൽകുന്ന സംഘടനയോ? അതേ അങ്ങനെ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടാ, അറിഞ്ഞിട്ടില്ല. അറിയാത്തൊരു കാര്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾ ഈ പറയുന്നത് ഒന്ന്, ആ കുന്നത്തേരി എന്നറിയുന്നത് അങ്ങനെ ഒരു തെരീക്കത്ത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കാത് മുളച്ചതിന് ശേഷം നടാടെ കേൾക്കാണ്. ഇപ്പൊ ഈ എന്താ പറയാ,
നമ്മുടെ നാട്ടിലൊക്കെ എന്താ മഴക്കാലത്ത് പലജാതി പുല്ല് പുഷ്പങ്ങൾ ചെടികളൊക്കെ മുളച്ചു വരലാറുണ്ട്. എല്ലാറ്റിനും പേരൊന്നും ഇപ്പൊ നമുക്കറിയില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യലുണ്ട്, പിന്നെ അങ്ങനെയാണ്ട് വാടി ഉണങ്ങി പോലുണ്ട്. എന്ന മാതിരി ഇപ്പോ നാട് നീളെ ഈ തരീക്കത്താണ്, മനസ്സിലായില്ലേ? എല്ലായിടത്തും പൊന്താണത് പല പേരിലും. ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, അവനവന് വേണ്ടിയിട്ട് അങ്ങനെ പലരും തരീക്കത്തുണ്ടാക്കുകയും അതിനാളെ കൂട്ടുകയും. കാരണം അത് ഇങ്ങനെ വലിയൊരു സുഖമുള്ള ഒരു ഏർപ്പാടാണ്. വലിയ അതൊന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തെളിവല്ല സുഹൃത്തെ. കുരുക്കുഴി തങ്ങൾ അതിനെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അതൊന്നും ഇവിടെ കേൾപ്പിക്കാവോ? അല്ലെങ്കിൽ വലിയ ചർച്ച നടക്കാറുണ്ട് നിങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരു ചർച്ച നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കാവോ? ജബ്ബാർ പൂവി എന്ന് പറയുന്ന ഐഡിയിലുള്ള സുഹൃത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് കേൾപ്പിക്കാവോ? ഇവിടെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എസ് അടിച്ചോളൂ, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ. അല്ലെങ്കിൽ അതിന്റെ യൂട്യൂബിലാ ആയിക്കോട്ടെ, ഞങ്ങളെ കേൾപ്പിച്ചോളൂ. എന്നാ അത് കൊണ്ടുവന്ന് നിങ്ങൾ കേൾപ്പിച്ചോളൂ. എന്താണ് പറയുന്നതെന്ന്, കുരിക്കുഴി തങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത് കേട്ടാ. ഇല്ലില്ല, ലിങ്ക് നോക്കി നടക്കണ പണിയൊന്നും ഇപ്പൊ ഞാൻ ലിങ്കൊന്നും വേണ്ട, നിങ്ങൾ കേൾപ്പിച്ചാൽ മതി കേട്ടാ. അപ്പൊ ഞങ്ങൾക്കിപ്പോ അതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് ഞങ്ങളുടെ പണ്ഡിതന്മാർ അറിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒന്നുണ്ടോ, അത് ശരിയാണോ അല്ലേ എന്നുള്ളത് ഞങ്ങളുടെ പണ്ഡിതന്മാരെന്താണോ പറയുന്നത് അത് പറയാനേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. കാരണം ആലിമികൾ അവരാളെ പറയേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഉലമാക്കള് പിഴച്ചതാണ് എന്ന് പറഞ്ഞ കുറെ തരീഖത്തുണ്ട്. ആ തരീഖത്തുകൾ പിഴച്ചതാണ് എന്ന് ഞങ്ങൾ പറയുന്നു. പിന്നെ അത് പിഴച്ചതാണെന്നതിനുള്ള തെളിവുകളും ഞങ്ങളുടെയൊക്കെ കൈവശമുണ്ട്. ഇനി പുതുതായിട്ടൊന്ന് വന്നിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിക്കുകയോ, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാ, സമസ്ത കേരള ജമീഅത്തുൽ ഉലമക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ വെച്ച് ഔദ്യോഗികമായി തന്നെ ലെറ്റർ കൊടുക്കാവുന്നതാണ്. ജബ്ബാർ പൂവി എന്നുള്ള സുഹൃത്തിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കണ്ട? ആരാ കൊടുത്തത്? നിങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ടാ? നിങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ടാ? നിങ്ങൾ സമസ്ത കേരള ജമീഅത്തുൽ ഉലമക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന്? ഇല്ല. ശരി. പിന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, അത്തരം വിഷയങ്ങൾ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ മുശാവറക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളും പേരും അഡ്രസ്സും ഒക്കെ വെച്ച് വിശദമായി എഴുതി പരമാവധി കഴിയുമെങ്കിൽ ബൈ ഹാൻഡായിട്ട് തന്നെ അതിന്റെ ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാര് മുതലായവർക്ക് എന്ത് ചെയ്യാം, ആ കത്ത് കൊടുക്കാം. അപ്പോ തീർച്ചയായും സമസ്ത കേരള ജമീഅത്തുൽ ഉലമ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും പഠിച്ച് വിലയിരുത്തിയിട്ട് ഇസ്ലാമികമായി ശറഈയായിട്ട് അത് തെറ്റുള്ളതാണോ അല്ലേ എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, കേട്ടില്ലേ സുഹൃത്തെ? ഓക്കെ. ശരി. ഇനി മറ്റുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നോളി, റൈസ് ഹാൻഡ് ചെയ്തോളി. ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, ഒക്കെ എന്ത് ചെയ്യുക, എല്ലാവർക്കും എന്ത് ചെയ്യുക, മൈക്കെടുത്ത് ചോദിക്കാവുന്നതാണ്. മൈക്കെടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, പരിഗണനയുള്ളൂ എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയാണ്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു. എനിക്ക് പലരും പറയുന്നത് കേൾക്കാറുണ്ട്, കുത്തുബ് സമാൻ, കുത്തുബുൽ ആലം എന്നൊക്കെ പറയുന്നത്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയാനാണ്.
അതൊക്കെ സാങ്കേതികമായ ചില പ്രയോഗങ്ങളാണ് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പദവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതൊന്നും എന്ത് ചെയ്യാവുന്നതല്ല, സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയുന്നു. എന്താ കാരണം? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. അതിപ്പോ എന്റെ മാതിരി സയൻസ് ഒന്നും അറിയാത്ത ഒരാളോട് പറഞ്ഞാൽ വിവരിച്ച് എന്താ മനസ്സിലാവുമോ സുഹൃത്തുക്കളെ? മനസ്സിലാവോ? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒക്കെ പോയിട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഇല്ലേ, ഇതിന്റെ തന്നെ പല പ്രയോഗങ്ങളും നമുക്കറിയില്ല, പറഞ്ഞാൽ തന്നെ അറിയില്ല. ഇല്ലേ സുഹൃത്തുക്കളെ? ഇതിലിപ്പോ IT മേഖലയിൽ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും, ഇല്ലേ? ഉണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലേ? ഉണ്ട്. പിന്നെ അപ്പോ അത് ഇവിടെ തന്നെ ചിലപ്പോ നമ്മളെ IT ടീമിലെ തന്നെ പിന്നെ നമ്മളെ അസ്കർ കാരാത്തോട് അതുപോലുള്ള നമ്മളെ വിൻഡോസ് XP എന്ന ഐഡിയിലുള്ള നമ്മുടെ പ്രവർത്തകൻ ഇവരൊക്കെ എന്ത് ചെയ്യലുണ്ട്, ഈ IT-യുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയലുണ്ട്. എനിക്ക് തിരിയലില്ല, ഉള്ളത് പറയാലോ, എനിക്ക് മനസ്സിലാവലില്ല. ഇന്റർനെറ്റ് പ്രോട്ടോകോളോ, മാഷാ അല്ലാഹ്, അതെന്താ? അതും എനിക്കറിയില്ല. TCO/IP എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇപ്പം എന്തില്ല, അത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് അത് തിരിയുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ എന്നതുപോലെ തന്നെ അത് എല്ലാ രംഗത്തും ഉണ്ടാവും. എല്ലാ രംഗത്തും ഉണ്ടാവും. ഇതാ വേറെ ആള് അടിച്ചിരിക്കുന്നതാണ് IE11. എന്താണ് അത് എന്നുള്ളത് ഇപ്പോ അയാൾക്ക് വിവരിച്ച് തരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരും. എന്നാൽ തന്നെ ഇപ്പൊ ഇത് എനിക്ക് തിരിഞ്ഞോളന്നില്ല. അപ്പൊ അത് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന പഠിക്കുന്ന അതിന്റെ ആളുകൾക്ക് ആ രംഗത്തൊക്കെയുള്ള സാങ്കേതിക പ്രയോഗങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ആ സുഹൃത്തിനെ അറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. കുമ്മോളി ഉസ്താദ് എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട് ഉസ്താദ് റൈസാൻഡ് ചെയ്ത് വന്നിരുന്നു. അപ്പോ ഉസ്താദ് അല്ല, ഭാരിച്ച കാര്യമൊന്നല്ല, നമുക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ല, അതിൽ കൂടുതൽ പഠിക്കുന്നവർക്ക് പഠിക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. പയ്യോൾ ഉസ്താദ് പറഞ്ഞ മൂജബ കുല്ലി വേണമെങ്കിൽ നമുക്ക് നോക്കാം. കണ്ടാ, അതിപ്പോ പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിയോ മൂജബ കുല്ലി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളത്? ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. കുമ്മോൾ ഉസ്താദ് മൈക്ക് കൊടുക്കും. അതല്ല, അത് ഉസ്താദിന്റെ മറുപടി എനിക്ക് വളരെ ഹൃദ്യമായി. അൽഹംദുലില്ലാ, നല്ല മറുപടിയായി, വളരെ സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല വാചകങ്ങളാണ് ഉസ്താദിന്റെ മറുപടിയായി വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതോടൊപ്പം ഉസ്താദ് പറഞ്ഞതിന്റെ കൂടെ അതിന്റെ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഓർമ്മയായ വിഷയം പറയാണ്. നമ്മൾ സാധാരണ ഈ MBBS അതേപോലെ പിന്നെ MD അങ്ങനെ കുറെ ഡിഗ്രികളെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. പലരുടെയും സ്ഥാനങ്ങളാണല്ലോ അത്. അതൊന്നും എന്താണെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയാറോ ഇല്ല. അതുപോലെ പലതും പറയാൻ കഴിയാത്തത് എത്രയോ കാര്യങ്ങളുണ്ട്. സാധാരണക്കാരായ നമ്മൾ MD-യുടെ അടുക്കലൊക്കെ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകാറുണ്ട്. അതേപോലെ MBBS അല്ല, അയാൾ MD ആണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് എന്താണെന്ന് ആലോചിച്ചിട്ടല്ല പറയാറുള്ളത്. അതൊരു സ്ഥാനപ്പേരാണ്. അത് MBBS-നേക്കാൾ ഉയർന്ന ഒരു കുറച്ചുകൂടി കട്ടിയുള്ള ഒരു സ്ഥാനമാണ് MD എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും എന്നെ പോലെയുള്ള സാധാരണക്കാർ അത്തരം കാര്യങ്ങളെ സമീപിക്കാറുള്ളത്. അപ്പൊ തീർച്ചയായും ആ ഒരു രൂപം തന്നെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടതുള്ളൂ. അതിപ്പം എന്ന് കേൾവിക്കാർ പറഞ്ഞല്ലോ, അത് തന്നെയാണ് എനിക്കും. മാസ്റ്റർ ഇൻ ബയോളജി, മാസ്റ്റർ ഇൻ സർജറി. ഓക്കെ ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. കേൾവിക്കാരൻ ഉസ്താദിന്റെ ആ സംസാരത്തിലുള്ള സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞാൻ മൈക്ക് എടുത്തത്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. മൈക്ക് റിലീസ് ചെയ്യണം.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ആദർശപരമായിട്ടാണോ സംശയങ്ങള്, അല്ല അതല്ല ദീനപരമായിട്ടാണോ, എന്തും ചോദിക്കാലോ? അത് ഏത് സംശയം എന്ന് പറഞ്ഞാൽ നമ്മള് ജുമാക്ക് പോകുമ്പോ ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് ആ നിസ്കാരത്തെ പള്ളിയിൽ പ്രവർത്തിച്ചാലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കാം. ആ സമയത്ത് ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നിസ്കാരം, എന്തെങ്കിലും സുന്നത്ത് നിസ്കാരമാണ് അല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ചുള്ള നിസ്കാരം, അത് നമുക്ക് നിർവഹിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു തന്നാലും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഓക്കെ. മാഷാ അല്ലാ. ഇപ്പൊ ഈ ചർച്ച യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ സമയം ഇതല്ല, ഇതിന് വേറെ തന്നെ സമയമുണ്ട് ഈ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ ചോദിക്കാൻ. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയാണ്, തഹയ്യത്ത് നിസ്കാരം ഖുതുബ ഓതിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? അതല്ലേ ചോദ്യമല്ലേ? പള്ളിയുടെ അഭിവാദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിസ്കാരം അത് മാത്രമേ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റുള്ളൂ, മറ്റൊരു നിസ്കാരവും പറ്റില്ല. അത് തന്നെയും വളരെ ലഘുവായി പെട്ടെന്ന് നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതാണ് ചോദിച്ചതെങ്കിൽ അത് പറയാം. ഖുതുബ ഓതുന്ന സമയത്ത് 2 റക്അത്ത് തഹയ്യത്ത് നമുക്ക് നിസ്കരിക്കാം. തഹയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് പള്ളിയിൽ കടന്നാലുള്ള ആളുകൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് സുന്നത്തുള്ള നിസ്കാരമാണ്. പള്ളിയുടെ പുറത്ത് വെച്ച് അത് നിസ്കരിക്കാൻ നിർവാഹമില്ല. പള്ളിയുടെ ഉള്ളിലാണെങ്കിലല്ലേ തഹയ്യത്ത് സുന്നത്ത് തന്നെ ആവുള്ളൂ. അപ്പൊ ആ തഹയ്യത്ത് 2 റക്അത്ത് നമുക്ക് നിസ്കരിക്കാം. അത് തന്നെയും വളരെ ലഘുവായ രൂപത്തിൽ കേവലം ഫാത്തിഹ മാത്രം ഓതി പെട്ടെന്ന് തസ്ബീഹ് ഒക്കെ ചൊല്ലി റുക്കൂഉം സുജൂദൊക്കെ പൂർത്തിയാക്കി ആ രൂപത്തിൽ നിസ്കരിക്കണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അത്തരം ചോദ്യങ്ങൾ പിന്നീട് അതിൻ്റെതായ സമയത്ത് വന്ന് ചോദിക്കണം എന്നുകൂടി അറിയിക്കുന്നു. നമ്മുടെ അൻവർ അഹമ്മദ് ഒക്കെ വന്നിട്ടുണ്ട്. അൻവർ അഹമ്മദ് മാറ്റങ്ങൾ വന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഇനിയും മാറ്റങ്ങൾ നൽകി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹം പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നല്ലത് പറയുകയും നല്ലത് വിചാരിക്കുകയും നല്ലത് അടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പല ക്ലാസ്സുകളിലും പോയിട്ട് STVയെ കുറിച്ച് നല്ല ക്ലാസ് റൂമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും ടെക്സ്റ്റ് അടിക്കുന്നതായി എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അദ്ദേഹം അതെ പലതും അദ്ദേഹത്തിന് ബോധ്യപ്പെടും. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ട സത്യം അദ്ദേഹം വിളിച്ചു പറയുമോ, അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം അത്രമാത്രം നമ്മുടെ ക്ലാസ് റൂമിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിഷയങ്ങൾ ബോധ്യപ്പെടാതിരിക്കില്ല. ഏറെക്കുറെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് എന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ താത്വികമായി പ്രമാണബദ്ധിതമായി ഗണ്ണിക്കാൻ കഴിയില്ല എന്നതും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ദുരഭിമാനത്തിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം വീണ്ടും ആ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ നിലകൊള്ളുന്നത്. അദ്ദേഹം ആ ദുരഭിമാനത്തിന്റെ ദുരന്തം അദ്ദേഹം മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പാത ശരിയാണ് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ STVയിലൂടെ സുന്നിയിലേക്ക് കടന്നു വരുന്ന അടുത്ത ആള് അൻവർ അഹമ്മദ് ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അൻവർ അഹമ്മദ് ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും ഹിദായത്തിന്റെ വെളിച്ചം വർദ്ധിപ്പിക്കുമാറാകട്ടെ. കേൾവിക്കാൻ ഉസ്താദിനോടൊക്കെ വലിയ ഇഷ്ടമാണ് അൻവർ അഹമ്മദിനെന്ന് പലപ്പോഴും അൻവർ അഹമ്മദ് നാവുകൊണ്ട് പറയാറുണ്ട്, അതേപോലെ ടെക്സ്റ്റ് അടിക്കാറുമുണ്ട്. അപ്പൊ തീർച്ചയായും അല്ലാഹു തആല അദ്ദേഹത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനാക്കി നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അദ്ദേഹം മൈക്കിലേക്ക് വരും ഇൻഷാ അല്ലാഹ്.